തങ്ങൾ കുടുംബത്തിലെ ഒരു തങ്ങൾ കഥ പറഞ്ഞ് കൊടുക്കുമ്പോൾ സ്വന്തം പെൺകുട്ടികൾക്ക് അടയാളപ്പെടുത്തുന്നത് ഫൂലൻ ദേവി എന്ന് പറയുന്ന സ്ത്രീ കഥാപാത്രത്തെയാണ്. ശക്തയായ ഫൂലൻ ദേവിയെ സ്വന്തം പെൺകുട്ടികൾക്ക് ജീവിതത്തിൽ എങ്ങനെ പ്രചോദിപ്പിക്കാമെന്ന് പറഞ്ഞു കൊടുക്കുന്നു എന്നുള്ളത് ശരിക്കും പറഞ്ഞാൽ ഈ ഷെരീഫ തങ്ങൾ എഴുതിയിട്ടുള്ള പറയാനുണ്ട് എന്ന് പറയുന്ന പുസ്തകത്തിൻ്റെ ഒരു അത്ഭുതമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് സത്യം പറഞ്ഞാൽ പറയാനുണ്ട് എന്ന് പറയുന്ന ഈ പുസ്തകം എന്നെ വായിക്കാൻ ഏറ്റവും കൂടുതൽ അത്ഭുതപ്പെടുത്തിയത്. ഒരു തങ്ങൾ കുടുംബത്തിലെ ഒരു എഴുത്തുകാരി എഴുതുമ്പോൾ അതിൽ ഫൂലൻ ദേവിയെക്കുറിച്ചൊക്കെ പരാമർശിക്കുകയും അവരെ ജീവിതത്തിൽ സ്വാധീനിച്ചു എന്ന് പറയുകയും ചെയ്യുന്നത് ഒരു വ്യത്യസ്ത അനുഭവമായിട്ടാണ് തോന്നിയത്. അതുകൊണ്ട് തന്നെയാണ് ഈ പുസ്തകം തുടക്കം മുതൽ അവസാനം വരെ എന്നെ വായിക്കാൻ പ്രേരിപ്പിച്ചത്. ഒരു മുസ്ലിം കമ്മ്യൂണിറ്റിയിൽ നിന്നിട്ടൊരു സ്ത്രീ അവരുടെ ജീവിതാനുഭവങ്ങൾ പറയുന്നു, അവരുടെ സന്തോഷങ്ങൾ, അവരുടെ ജീവിതത്തെ മാറ്റിമറിച്ച ഒരുപാട് കാര്യങ്ങൾ. ഇതൊക്കെ ആ പുസ്തകത്തിലൂടെ വായിക്കുമ്പോൾ നമുക്ക് തീർച്ചയായിട്ടും തോന്നും ഇതൊരു വേറിട്ട ഒരു പുസ്തകമാണ് എന്ന്. ഷെരീഫ ബീവിയായി അറിയപ്പെടേണ്ട എഴുത്തുകാരി ഷെരീഫ തങ്ങൾ എന്ന് തിരുത്തിയപ്പോൾ തന്നെ അവരുടെ ജീവിതത്തിൽ വിപ്ലവം കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നീട് തുടർച്ചയായി എഴുതിക്കൊണ്ടിരിക്കുന്ന എഴുത്തുകാരിയാണ് ഷെരീഫ തങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ആലോചിക്കുമ്പോൾ അവർ ഇന്ന് കാണിക്കുന്ന ഈ ആർജവമൊക്കെ അവരുടെ പേരിൽ തന്നെ അവരെപ്പോഴോ എടുത്തു കഴിഞ്ഞിരിക്കുന്നു. ആ ആർജവം തന്നെയാണ് ഷെരീഫ തങ്ങൾ എന്ന് പറയുന്ന എഴുത്തുകാരി സ്വന്തം മതത്തിൽ നിന്നുകൊണ്ട് തന്നെ, ആ മതത്തെ സ്നേഹിച്ചുകൊണ്ട് തന്നെ അതിലുള്ള തിരുത്തലുകൾ ചൂണ്ടിക്കാണിക്കുന്നത്. അതിലുള്ള തിരുത്തലുകൾ സ്വന്തം ജീവിതത്തിൽ മാറ്റിക്കാണിക്കുന്നത് അവർ ആ മതത്തെ സ്നേഹിച്ചുകൊണ്ട് തന്നെയാണ് എന്നുള്ളതാണ് ഈ ഒരു പുസ്തകത്തിൻ്റെ പ്രത്യേകതയായിട്ട് തോന്നിയിട്ടുള്ളത്.